Hi and welcome to the new video. So in the last video I have discussed about fixed capacitor plus thyristor controlled reactor compensation, which was a shunt compensator in the fax devices category. And here I will be discussing about the thyristor controlled series capacitor TCSC, and from the name itself you can see that it is a series compensator by means of capacitor. Okay. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് തൈറിസ്റ്റർ കൺട്രോൾ സീരീസ് കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. സോ തൈറിസ്റ്റർ കൺട്രോൾ അവിടെ നടക്കുന്നുണ്ട്, സീരീസ് കപ്പാസിറ്റർ ആണ്, സീരീസ് ആയിട്ട് കപ്പാസിറ്റർ ഇൻസേർട്ട് ചെയ്യാണ് ലൈനായിട്ട്. ഇപ്പോൾ തൈറിസ്റ്റർ കൺട്രോൾഡ് എന്ന് വരുന്നുണ്ടെങ്കിലും അത് കപ്പാസിറ്ററിലല്ല ഈ ഡയറക്റ്റ് തൈറിസ്റ്റർ കൺട്രോൾ വരുന്നത്. പാരലായിട്ട് നമ്മൾ വേറൊരു ബ്രാഞ്ച് വെച്ചിട്ട് അതിൽ റിയാക്റ്റീവ് കോമ്പണൻറ്റ് ഉണ്ടാവും, അതും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ. So ഇതിലേക്ക് പോകുന്നതിലും മുന്നേ ജസ്റ്റ് സീരീസ് കോമ്പൻസേഷൻ ഒന്ന് പറഞ്ഞു പോകുന്നു. So series compensation is a established technology that is primarily used to reduce the transfer reactances, most notably in bulk transmission corridors. And the result is a significant increase in the tension and voltage stability in transmission systems. So series compensation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് ട്രാൻസ്ഫർ റിയാക്ടൻസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബൾക്ക് ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ കേസിൽ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റിയും എന്താ പറയുക വോൾട്ടേജ് സ്റ്റെബിലിറ്റിയും ട്രാൻഷൻ സ്റ്റെബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം ലൈനിൽ എന്തായാലും സീരീസ് ആയിട്ട് ലൈനിൻ്റെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ മോഡലിംഗ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈനിൽ സീരീസ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അത് കാരണം വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിയാക്റ്റൻസിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് കപ്പാസിറ്റൻസ്. സോ നോർമലി ഫിക്സഡ് കപ്പാസിറ്റർ പകരം ഇവിടെ ചെറിയൊരു മാറ്റം വരുന്നതാണ്, അതിനെ കൺട്രോളബിൾ എന്നുള്ള രീതിയിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന വോൾട്ടേജ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആക്കുന്നത്. സോ TCSC is a series controlled capacitive reactance. Series controlled capacitive reactance that can provide continuous control of power on the AC line over a wide range. അപ്പോൾ ഒരു വലിയ റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? പവർ കൺട്രോൾ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് എ സീരീസ് കൺട്രോൾ കപ്പാസിറ്റി റിയാക്ടൻസ്. അപ്പോൾ പറയുന്നത് സീരീസ് കൺട്രോൾഡ് കപ്പാസിറ്റി റിയാക്ടൻസ്, സീരീസ് ആണ് കപ്പാസിറ്റൻസ് ആണ്, പക്ഷേ ഒരു വ്യത്യാസം എന്താണ്? കൺട്രോൾഡ് ആണ്. ആ കൺട്രോൾഡ് വരുത്താൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് കോമ്പൻസേറ്റിംഗ് കപ്പാസിറ്റർ which is this one shunted by a thyristor controlled reactor. Okay, so നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ thyristor controlled reactor വീണ്ടും ഇവിടെയും വന്നു. സോ കഴിഞ്ഞതിൽ ഷണ്ട് കോമ്പൻസേഷനിലെ FC പ്ലസ് തൈറിസ്റ്റർ കൺട്രോൾ റിയാക്ടർ ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഒരു ഫിക്സഡ് കപ്പാസിറ്റർ പാരലൽ വിത്ത് അതേ കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്, പക്ഷേ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് സോ ആസ് ടു മേക്ക് ദിസ് ഫിക്സഡ് കപ്പാസിറ്റൻസ് എ വാരിയബിൾ വൺ. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ഓൾമോസ്റ്റ് ഒക്കെ സിമിലർ തന്നെയാണെങ്കിലും പേരിൽ ഡിഫറൻസ് വരുന്നുണ്ട് ആൻഡ് യൂസേജിൽ ഡിഫറൻസ് വരുന്നുണ്ട്. സീരീസ് കണക്ഷനാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു കപ്പാസിറ്റൻസ് പ്ലസ് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? TCSC, തൈറിസ്റ്റർ കൺട്രോൾഡ് സീരീസ് കപ്പാസിറ്റർ. അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നില്ല? ആ റിയാക്ടൻസിൻ്റെ കാര്യം വന്നില്ല. കാരണം ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ കപ്പാസിറ്റൻസ് വാരി ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. നമുക്ക് മനസ്സിലാകുമ്പോൾ അതൊക്കെ. സോ ദ സീരീസ് കോമ്പൻസേഷൻ വിത്ത് തൈറിസ്റ്റർ കൺട്രോൾ എനേബിൾസ് റാപ്പിഡ് ഡൈനാമിക് മോഡുലേഷൻ ഓഫ് ദ ഇൻസെർട്ടർ റിയാക്ടൻസ്. അപ്പോൾ ഇൻസെർട്ടർ റിയാക്ടൻസിൻ്റെ റാപ്പിഡ് ഡൈനാമിക് മോഡുലേഷനാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഫയറിംഗ് ആംഗിൾ കൺട്രോൾ അത്ര തന്നെ വരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ റിയാക്ടൻസ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഓഫൻ ദ TCSC ഈസ് കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് സീരീസ് കോമ്പൻസേഷൻ ടു ഇൻക്രീസ് ദ ട്രാൻഷൻ സ്റ്റെബിലിറ്റി ഇൻ ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് വേ. അപ്പോൾ ഓൾറെഡി അവിടെ ചിലപ്പോൾ എന്തുണ്ടായിരിക്കാം? ഫിക്സഡ് സീരീസ് കോമ്പൻസേഷൻ ഉണ്ടായിരിക്കാം. അതിന് അഡീഷണൽ ആയിട്ട് വയ്ക്കുന്നതാണ് ഏതാ നമ്മളുടെ ഈ TCSC എന്ന് പറയുന്നത്, ടു ഇംപ്രൂവ് ദ ട്രാൻഷൻ സ്റ്റെബിലിറ്റി. ഓക്കെ. അപ്പോൾ തന്നെ the principle of variable series compensation is to simply increase the fundamental frequency voltage across a fixed capacitor in a series compensated line through appropriate variation of the firing angle. So the main task എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is to increase the fundamental frequency voltage across a fixed capacitor. So നമുക്കറിയാം ഫണ്ടമെന്റൽ കോമ്പണന്റിലാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. സോ ആ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കോമ്പണന്റിനെ ബൂസ്റ്റ് ചെയ്യുക, അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നമ്മൾ വെച്ചിട്ടുള്ള കപ്പാസിറ്റർ. അപ്പോൾ ഈ കപ്പാസിറ്റർ ആണ് ഇവിടുത്തെ കോമ്പൻസേഷൻ നടത്തുന്ന ആൾ. അപ്പോൾ അയാളുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കോമ്പണന്റിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം ബൈ പ്രോപ്പർലി വാരിയിങ് ദ ഫയറിംഗ് ആംഗിൾ ഓഫ് ദ ഷണ്ട് ബ്രാഞ്ച്. ഈ ഷണ്ട് ബ്രാഞ്ചിലാണ് നമ്മൾ റിയാക്ടൻസ് ആൻഡ് ദീസ് SCRs തൈറിസ്റ്റേഴ്സ്. ഓക്കെ. ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓണും ഓഫും ആവുന്നതിനനുസരിച്ച് ഈ റിയാക്ടൻസ് ഇതിലേക്ക് കണക്ട് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ എഫക്റ്റ്
നമുക്ക് വാരി ചെയ്യിക്കാം ഫിക്സഡ് കപ്പാസിറ്റൻസിൻ്റെ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വോൾട്ടേജ് അക്രോസ് ദിസ് fixed capacitor, and this enhanced voltage changes the effective value of the series capacitor reactance. So ഈ ഒരു കൺട്രോൾ വഴി നമുക്ക് ഈ സീരീസ് കണക്റ്റഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ എഫക്റ്റീവ് വാല്യൂ വി ക്യാൻ മോഡുലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. And in a practical TCSC implementation, several such basic compensators may be connected in series to obtain the desired voltage rating and operating characteristics. So ഇത് ഒരെണ്ണം മാത്രമായിരിക്കില്ല വെച്ചിട്ടുണ്ടാവുക, ഇങ്ങനത്തെ ഒരെണ്ണം സീരീസിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഒബ്റ്റെയിൻ ദ ഡിസൈർഡ് റേറ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. വി ഹാവ് എ ഫിക്സഡ് കപ്പാസിറ്റർ ഷണ്ടഡ് വിത്ത് എൻ Thyristor-Controlled reactor branch in which the SCR is the main controller. The firing angle control തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് നമ്മളൊരു എന്താ പറയുക, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ബേസിക് ഇക്വേഷൻസും പിന്നെ അതിൻ്റെ വേവ് ഫോം വരച്ച് ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽ അനാലിസിസിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ PGTP എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ടുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ കപ്പാസിറ്റർ, പാരലൽ ആയിട്ടുള്ള ഇൻഡക്ടർ, C ഫോർ ദ കപ്പാസിറ്റർ, L ഫോർ ദ ഇൻഡക്റ്റൻസ്. സോ C ഫാരഡ്സ് ആണ് വിചാരിക്കുക, L ഹെൻറി ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ആൻറ്റി പാരലൽ തൈറിസ്റ്റർ പെയർ. അപ്പോൾ ഇതിലേക്ക് വരുന്ന മെയിൻ കറണ്ട് I ആണ്. കപ്പാസിറ്റർ അക്രോസിലെ വോൾട്ടേജ് VC ഓഫ് ആൽഫ, കപ്പാസിറ്ററിൽ കറണ്ട് IC ഓഫ് ആൽഫ, ഇൻഡക്ടറിലത്തെ കറണ്ട് IL ഓഫ് ആൽഫയാണ് കാണിച്ചിട്ടുള്ളത്, ഇൻകമിംഗ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുള്ളത്. സോ ഐയും ILും കൂടിയതായിരിക്കും ഏത് കപ്പാസിറ്റീവ് കറണ്ട്. IC ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു I പ്ലസ് IL ഓഫ് ആൽഫ. ഓക്കെ, ഇതിൽ ഈ XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ L ആണ്, നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അറിയാലോ. XL ഈക്വൽ ടു ഒമേഗ L, ഒമേഗ L ആണ് XL. ആൻഡ് ആൽഫ ഈസ് ദ ഡിലേ ആംഗിൾ, ഫയറിംഗ് ആംഗിൾ അല്ലെങ്കിൽ ഡിലേ ആംഗിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആൽഫയാണ്. ആൻഡ് ഇറ്റ് ഈസ് മെഷർഡ് ഫ്രം ദ ക്രസ്റ്റ് ഓഫ് ദ കപ്പാസിറ്റർ വോൾട്ടേജ്. സോ കപ്പാസിറ്റർ വോൾട്ടേജിന്റെ പീക്കിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് പീക്ക് ആയിരിക്കും, നെഗറ്റീവ് പീക്ക്, എന്തായാലും പീക്കിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ചിലർ പറഞ്ഞിട്ടുണ്ടാവുക കപ്പാസിറ്റർ വോൾട്ടേജിന്റെ സീറോ ക്രോസിംഗിൽ നിന്നാണ്, അതായത് പോസിറ്റീവ് ആവുന്നു നെഗറ്റീവ് ആവുന്ന പോയിന്റിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ വ്യത്യാസം വരും. കാരണം ഫയറിംഗ് ആംഗിൾ ഇപ്പോൾ ഈ കേസിൽ നമ്മൾ പറയുമ്പോൾ 0 to 90 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പോൾ എന്താ പറയുക, 0യിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് 0 to 180 എന്ന റീജിൽ ആണ് പറയുക. അതായത് 90 to 180 ആണ് അവിടുത്തെ വാരിയേഷൻ വരിക. അപ്പോൾ തൽക്കാലം നമ്മളിവിടെ പറയുന്നത് പീക്ക് ഓഫ് കപ്പാസിറ്റർ വോൾട്ടേജ് ആണ്. ഇക്വലൻ്റ്ലി ദ സീറോ ക്രോസിംഗ് ലൈൻ ഓഫ് ദ കറണ്ടിന്റെ സീറോ ക്രോസിംഗ് ആണ് പറയുന്നത്. മറ്റേത് കറണ്ടിന്റെ അല്ല, വോൾട്ടേജിന്റെ സീറോ ക്രോസിംഗ് എന്ന രീതിയിൽ പറയുമ്പോഴാണ് 0 to 180 റേഞ്ച് ഒക്കെ വരുന്നത്. ആൻഡ് XC ഈസ് ദ ഫിക്സഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. സോ XL ഈസ് ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് XC ഈസ് ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് അസംഷൻസും കാര്യങ്ങളും. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ TCR പറഞ്ഞ സമയത്ത് അതിൻ്റെ കറണ്ടൊക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫണ്ടമെന്റൽ കോമ്പണൻ്റ് ഒക്കെ. സോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ILF ഓഫ് ആൽഫ, മുന്നേ പറഞ്ഞിട്ടുള്ള തന്നെയാണ്, V ബൈ ഒമേഗ L ഇൻറ്റു 1 മൈനസ് 2 ബൈ പൈ ആൽഫ മൈനസ് 1 ബൈ പൈ സൈൻ 2 ആൽഫ എന്ന് കിട്ടും. അപ്പോൾ അതറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ എന്താ എഫക്റ്റീവ് റിയാക്ടൻസ് എഴുതി കൂടെ. XL ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു സിംപ്ലി വോൾട്ടേജ് ബൈ കറണ്ട് V ബൈ ILF ഓഫ് ആൽഫ. അപ്പോൾ അത് ജസ്റ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, അതിലെ വോൾട്ടേജ് അവിടെ ക്യാൻസൽ ഔട്ട് ആവും. നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് കിട്ടുക. അപ്പോൾ ഇതിൽ തന്നെ ഈ ഒമേഗ L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ XL ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് XL ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2 ആൽഫ മൈനസ് സൈൻ 2 ആൽഫ അല്ലേ. അപ്പോൾ ഈ XLനെ ഒരു സംഭവം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തതായിട്ടാണ് നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടുന്നത്, XL ഓഫ് ആൽഫ കിട്ടുന്നത്. ഇപ്പോൾ XL എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആയിരുന്നെങ്കിൽ എന്നുള്ള കേസിലത്തെ അതിൻ്റെ ബേസിക് ഈ സ്വിച്ച് ഒന്നും കൂടെ ഇല്ല, അല്ലെങ്കിൽ ഇതിനെ ഡയറക്റ്റ് ബൈപ്പാസ് ചെയ്തിരിക്കുകയാണെങ്കിൽ വെറും ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് XL എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വന്നേക്കുന്ന ഒരു ഫാക്ടർ പൈ ബൈ പൈ മൈനസ് 2 ആൽഫ മൈനസ് സൈൻ ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്നത് വാരിയബിൾ ആണ്. കാരണം എന്താ, അത് ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ തൈറിസ്റ്റേഷൻ്റെ ഫയറിംഗ് ആംഗിൾ ആണ്. സോ ബൈ വാരിയിങ് ദ തൈറിസ്റ്റർ ഫയറിംഗ് ആംഗിൾ യു ക്യാൻ കൺട്രോൾ ദിസ് ഹോൾ ടേം ഓർ എഫക്റ്റീവ്ലി യു ക്യാൻ കോൾ ഇറ്റ് XL ഓഫ് ആൽഫ. അപ്പോൾ ഇതിൻ്റെ റിയാക്ടൻസ് നമുക്ക് എഫക്റ്റീവ്ലി അവിടെ കൺട്രോൾ ചെയ്യാം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലേ. ആ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു 0 to 90 ഡിഗ്രി ആണ് നമ്മൾ എന്ത് പറയുന്ന ആൽഫയുടെ വാരിയേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, 90 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നോക്കിയാൽ മതി. ഇതിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, ഈ ടേമും 0 ആയി പോകും, ഈ ടേമും 0 ആയി പോകും. സോ ബാക്കി പൈ ബൈ പൈ എന്ന് വരും. ഇപ്പോൾ ഈക്വൽ ടു 1, അതായത് XL. അപ്പോൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്ത പോലെയാണ്, തൈറിസ്റ്റേഴ്സ് എന്താ കറക്റ്റ് സ്റ്റാർട്ടിംഗ് ലൈനെ കണ്ടക്ട് ചെയ്യുക, ബൈപ്പാസ് ചെയ്ത പോലെ. അപ്പോൾ നമുക്ക് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എന്തിനു കിട്ടും, XL എന്നായിട്ട് കിട്ടും. ഇനി നേരെ തിരിച്ചാലോചിച്ച് നോക്കുക, പൈ ബൈ 2 കൊടുത്ത് വെക്കുക. പൈ ബൈ 2 കൊടുത്ത് എന്ത് വരും,
പൈ മൈനസ് 2 ഇൻറ്റു പൈ ബൈ 2, അതായത് മൈനസ് പൈ തന്നെ വരും. ഇത് എന്തായി പോകും, സൈൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു പൈ ബൈ 2 സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. അപ്പോൾ ഇവിടെ വരിക പൈ മൈനസ് പൈ വരും. എന്ത് വരും, ഇതെന്തായിട്ട് വരും, ഇൻഫിനിറ്റി ആയിട്ട് വരും അല്ലേ. സോ എക്സലിൻ്റെ വാല്യൂ നമ്മൾ എന്താ പറയുക, 0ക്കും പൈ ബൈ 2നും ഇടയിൽ മാറ്റുന്നതിനനുസരിച്ച് എന്തായിട്ട് മാറും, എക്സലിനും ഇൻഫിനിറ്റിക്കും ഇടയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ബൈ സിംപ്ലി കൺട്രോളിങ് ദ ഫയറിംഗ് ആംഗിൾ ആൽഫ യു ക്യാൻ കൺട്രോൾ എക്സൽ ഓഫ് ആൽഫ ബിറ്റ്വീൻ എക്സൽ ആൻഡ് ഇൻഫിനിറ്റി. ഇപ്പോൾ അത്രയും റേഞ്ചിലുള്ള കൺട്രോൾ നമുക്ക് അവിടെ ഇതിൽ പോസിബിൾ ആണ്. അപ്പോൾ എഫക്റ്റീവ് ഈ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ളതാണല്ലോ നമ്മളിവിടെ എന്തിലേക്ക്, ഈ ലൈനിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റിയാക്റ്റൻസ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ, XTCSI ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ എന്താ, രണ്ടും തമ്മിലുള്ള പാരലൽ. അപ്പോൾ എന്തെന്ന് വരും, XC ഇൻറ്റു XL ഓഫ് ആൽഫ ഡിവൈഡ് ബൈ XL ഓഫ് ആൽഫ മൈനസ് XC എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നമുക്കറിയാം ഇതിൽ എക്സൽ കൺട്രോൾ എലിമെൻ്റ് ആണ്, എക്സലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് എഫക്റ്റീവ്ലി നമുക്ക് വേണമെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു സാധനത്തിനെ. ഇവിടുത്തെ ഇൻഡക്ടർ നമ്മളുടെ വാരിയബിൾ ആണ് അല്ലേ. ഇപ്പോൾ ഒരു കപ്പാസിറ്റർ, ഫിക്സഡ് കപ്പാസിറ്റർ ഷണ്ടഡ് വിത്ത് എ വാരിയബിൾ ഇൻഡക്ടർ എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എഫക്റ്റീവ്ലി ഈ ഇൻഡക്ടർ കൺട്രോൾ ചെയ്യുമ്പോൾ ഇതിലേക്കുള്ള റിയാക്റ്റീവ് പവർ ആണല്ലോ, അവർ പരസ്പരം ക്യാൻസൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എഫക്റ്റീവ്ലി കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റിനെ ആര് മോഡുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ വാരിയബിൾ റിയാക്ടർ. അപ്പോൾ ഇത് സിംപ്ലി വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട് വരച്ചാൽ മതി, ഒരു വാരിയബിൾ കപ്പാസിറ്റർ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു TCR പാരലായിട്ട് ഇതിൻ്റെ വെച്ചിട്ട് നമ്മൾ കപ്പാസിറ്ററിനെ, ഫിക്സഡ് കപ്പാസിറ്ററിനെ ഒരു വാരിയബിൾ കപ്പാസിറ്ററിൻ്റെ രീതിയിലാക്കണം. അപ്പോൾ അതിൻ്റെ വേരിയേഷൻസും റേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ അതിലെ എഴുതി വെച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വേവ് ഫോം എന്നുള്ള രീതിയിൽ വരച്ചിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കപ്പാസിറ്ററിന് അക്രോസുള്ള ഈ ബോൾഡ് ആയിട്ടുള്ള ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ് VCO, കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ്. I എന്ന് പറയുന്നതാണ് കറണ്ട് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുക. ഇവിടെ ആൽഫയാണ് നമ്മൾ ഫയറിംഗ് ആംഗിൾ ആയിട്ട് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് വെൻ ദ സ്വിച്ച് ഈസ് ഇനീഷ്യലി ഓപ്പൺ, സ്വിച്ച് ഇനീഷ്യലി ഓപ്പൺ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ദ ലൈൻ കറണ്ട് പ്രൊഡ്യൂസസ് എ വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ. ഈ ലൈൻ കറണ്ട് കാരണമാണ് സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ കറണ്ട് കാരണമാണ് ഇതിനെ അക്രോസ് എന്തുണ്ടാകാൻ പോകുന്നത്, ഒരു വോൾട്ടേജ് ഉണ്ടാവാൻ പോകുന്നത്. അതാണ് ഈ VCO എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വരച്ച് വെച്ചിട്ടുള്ള സാധനം ലൈൻ എന്ത് സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന കേസ്. ഇനിയിപ്പോൾ അസ്യൂം ചെയ്യുക ദ TCR ഈസ് ടേൺഡ് ഓൺ അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ആൽഫ. ഒരു ആംഗിൾ ആൽഫയിൽ നമ്മൾ TCRനെ ഓൺ ആക്കി എന്ന് വിചാരിക്കുക. അത് മെഷർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ക്രസ്റ്റിൽ നിന്നാണ്, പീക്കിൽ നിന്നാണ് വോൾട്ടേജിന്. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജിന് ഒരു നെഗറ്റീവ് പീക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് പീക്കിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എന്തായാലും എൻ്റെ ഇവിടുത്തെ സീറോ ക്രോസിംഗ് അല്ല, അവിടുന്ന് മെഷർ ചെയ്യാം. നമ്മളിപ്പോൾ പറയുന്നത് അങ്ങനെയല്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടുന്ന് മെഷർ ചെയ്യുന്നതാണ് നമ്മുടെ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, അറ്റ് ദിസ് ഇൻസ്റ്റന്റ് ദ ലൈൻ കറണ്ട് ഈസ് പോസിറ്റീവ് അല്ലേ, ശരിയല്ലേ. ലൈൻ കറണ്ട് എന്താണ് ഈ ഒരു ഇൻസ്റ്റന്റിൽ പോസിറ്റീവ് ആണ്. സോ ലൈൻ കറണ്ട് ഈസ് പോസിറ്റീവ് ആൻഡ് ദ കപ്പാസിറ്റർ വോൾട്ടേജ് ഇസ് നെഗറ്റീവ്. കപ്പാസിറ്റർ വോൾട്ടേജ് നെഗറ്റീവ് ആണ്, പക്ഷെ ലൈൻ കറണ്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും, കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. സോ ഇറ്റ് വിൽ ചാർജ് ദ കപ്പാസിറ്റർ ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. ആൻഡ് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് ക്ലോസിംഗ് സ്വിച്ച് there are two events taking place. ഇപ്പോൾ ഇവിടെ സ്വിച്ച് ക്ലോസ് ചെയ്യുക, അതായത് തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ലൈൻ കറണ്ട് ബീങ് ദ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് കണ്ടിന്യൂസ് ടു ചാർജ് ദ കപ്പാസിറ്റർ. ഇപ്പോൾ ലൈൻ കറണ്ട് ഒരു കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആണ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് കപ്പാസിറ്ററിനെ എന്തുതന്നെ ചെയ്തുകൊണ്ടിരിക്കും, ചാർജ് ദ കപ്പാസിറ്റർ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ കപ്പാസിറ്റർ ചാർജ് ഇവിടെ നിന്ന് നോക്കുക, ഇവിടെയാണ് നമ്മൾ ഫയറിംഗ് ആയത്, ഈ ഒരു പോയിന്റിലാണ് എന്ത് വരുന്നത്, നമ്മളുടെ ഫയറിംഗ് നടക്കുന്നത്. അപ്പോൾ ഇത് കപ്പാസിറ്റർ വോൾട്ടേജ് നേരെ അവിടുന്ന് ചാടി കയറിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെയായിട്ട് മാറും ചെയ്യും. സോ ആക്ച്വലി ഇത് പോകേണ്ടിരുന്ന വഴി ഇങ്ങനെയായിരുന്നു, പക്ഷെ ആ ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് അവിടെ വന്നോട് കൂടിയിട്ട് ഇതെന്ത് സംഭവിച്ചു, കപ്പാസിറ്റൻസ് ഇവിടുന്ന് നേരെ കയറി പതുക്കെ പോസിറ്റീവിലേക്ക് പോകാൻ തുടങ്ങി, നേരെ ഈ വഴിക്ക് പോണതിന് പകരം. അപ്പോൾ ഇതാണ് VC എന്നുണ്ടായിരുന്നത്, VC ഉണ്ടായിരുന്നത് VCO ഓഫ് ആൽഫ വേരിയബിൾ ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ഈ എഫക്റ്റീവ്ലി ഈ വോൾട്ടേജ് ആണ് അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് തൽക്കാലം ഇപ്പോൾ അത്ര കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അതായത് ഇഫ് വി ആർ വാരിങ് ആൽഫ ഫ്രം 0 to 90 degrees, ദിസ് XL വാരീസ് ഫ്രം ആക്ച്വൽ വാല്യൂസ് ടു ഇൻഫിനിറ്റി. നമ്മൾ ഓൾറെഡി കണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ബോത്ത് കപ്പാസിറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീജിയൻസ് ആർ പോസിബിൾ ബൈ വാരിങ് ദ ഫയറിംഗ് ആംഗിൾ ആസ് ഫോളോസ്. അപ്പോൾ കപ്പാസിറ്റീവ് ഉണ്ടാക്കാം, നമുക്ക് ഇൻഡക്റ്റീവ് ഉണ്ടാക്കാം, ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ
The TCSC behaves as a tunable parallel LC circuit to the line current. ഒരു ട്യൂണബിൾ പാരലൽ എൽ സി സർക്യൂട്ട് ആയിട്ടാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് ആസ് ദ ഇമ്പിഡൻസ് ഓഫ് എക്സെൽ is varied from its maximum, XL alla, XL of alpha is varied from its maximum, which is infinity, towards a minimum, which is XL or omega L. The TCAC increase its capacity impedance. So മാക്സിമത്തിൽ നിന്ന് താഴേക്ക് വരും തോറും ഇൻഡക്റ്റീവ് മാക്സിമം ആയിരുന്ന സമയത്ത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആയിരിക്കും. അതിൽ നിന്ന് കുറച്ച് താഴേക്ക് കൊണ്ടുവരും തോറും കപ്പാസിറ്റൻസിന്റെ ഇമ്പിഡൻസ് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് കൂടി വരും. ആൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ആൽഫ must be selected in such a way that the TCSC should not operate in high impedance region at resonance. അല്ല, റെസനൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ വരാം. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കത്തക്ക രീതിയിലായിരിക്കണം ആൽഫയുടെ മിനിമം മാക്സിമം എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഒരു 3 മോഡ്സിലാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വൺ ഈസ് ദ ബൈപാസ് തൈറിസ്റ്റർ മോഡ്, ദെൻ ഈസ് ദ ബ്ലോക്ക് തൈറിസ്റ്റർ മോഡ്, ആൻഡ് then is a partially conducting thyristor mode or vernier mode. And vernier മോഡിൽ തന്നെ 2 ടൈപ്പുകളുണ്ട്. കപ്പാസിറ്റീവ് വെർണിയർ മോഡും ഉണ്ട്, ഇൻഡക്റ്റീവ് വെർണിയർ മോഡും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ഫസ്റ്റ് ബൈപാസ്ഡ് തൈറിസ്റ്റർ മോഡാണ്. ഇപ്പോൾ തൈറിസ്റ്ററിനെ ബൈപ്പാസ് ചെയ്ത് വയ്ക്കുക, അതായത് ഫയറിംഗ് ആംഗിൾ 0-ൽ വയ്ക്കുക എന്നുള്ള ഉദ്ദേശം വരുന്നുള്ളൂ. രണ്ടാമത്തെ ബ്ലോക്ക്ഡ് തൈറിസ്റ്റർ മോഡാണ്. അപ്പോൾ എന്തായിരിക്കും, അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ആദ്യത്തേൽ എന്താ പറയുക, ഇതിനെ ബൈപ്പാസ് ചെയ്ത് വെച്ചേക്കുക, ഡയറക്റ്റ് ഇവിടെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുതലാണെങ്കിൽ എഫക്റ്റീവ്ലി ഇത് എന്തായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്, ഇൻഡക്റ്റീവ് എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത് ബ്ലോക്ക്ഡ് തൈറിസ്റ്റർ മോഡ് ആണെങ്കിൽ ഇതിനെ തൈറിസ്റ്ററിനെ അവിടെ ഫയർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതില്ല എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കപ്പാസിറ്റി ആയിട്ടുള്ള മോഡാണ്. ഇനി പാർഷ്യലി കണ്ടക്ടിങ് തൈറിസ്റ്റർ മോഡ് വരുമ്പോഴാണ് ഇവരുടെ എന്താ നേരത്തെ നമ്മൾ പറയുന്ന പോലെ പാരലൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനും വാരിയേഷനും വാരിയബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് കപ്പാസിറ്റി എഫക്റ്റിൽ വർക്ക് ചെയ്യിപ്പിക്കാം, ഇൻഡക്റ്റീവ് എഫക്റ്റിൽ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ എത്ര വരുന്നുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വലിയ സംഭവമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഈസ് ദ bypass thyristor mode. So bypass thyristor mode ആണ്. Thyristors are made to fully conduct with a conduction angle of 180 എന്ന് പറയണമെന്നില്ല, 0 ഡിഗ്രി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇത് കണ്ടക്ഷൻ ആംഗിൾ 180 ഡിഗ്രി ആണ്, ഫയറിംഗ് ആംഗിൾ 0. ഓക്കെ, സോറി, കണ്ടക്ഷൻ 180 ഡിഗ്രി, അതായത് ഫുള്ള് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യും, ഫയറിംഗ് ചെയ്യുന്നത് നമ്മൾ 0-ലാണ് എന്ന് മാത്രം. എന്നാലാണ് എന്ത് വരുന്നുള്ളൂ, 180 ഡിഗ്രി കണ്ടക്ഷൻ വരും ചെയ്യുള്ളൂ. And the gate pulses are applied as soon as the voltage across the thyristor reaches 0 and becomes positive, resulting in a continuous sinusoidal flow of current through the thyristor walls. അപ്പോൾ അതിലൊരു കറക്ഷൻ ഉണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നത് പീക്കിലായിരുന്നു എല്ലാം പറഞ്ഞത്. അപ്പോൾ പീക്കിൽ എത്തുമ്പോഴാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കറണ്ടിൻ്റെ എന്തിലാണ് 0 ക്രോസിങ്ങിലാണ് നമ്മളത് ഫയർ ചെയ്യുന്നത്. അതാണ് അതിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. Then the TCSC module behaves like a parallel capacitor inductor combination. ഇപ്പോൾ ഇവിടെ TCSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ ഫിക്സർ ആയിട്ട് നിൽക്കുന്നുണ്ട്, ഇതും ഓൾമോസ്റ്റ് ഫിക്സർ ആയ പോലെ. കാരണം എന്താ വെച്ചാൽ ഇതെപ്പോഴും ഇതിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് നിൽക്കണം. ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒരെണ്ണം കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അടുത്ത് കണ്ടക്ട് ചെയ്യും. അവിടെ ഒരു ഡിലേ ആംഗിൾ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും പാരലിൽ നിൽക്കുന്ന എഫക്റ്റ് ആണ്. സോ ഒരു LC പാരലൽ കോമ്പിനേഷൻ തന്നെയാണ്. ബട്ട് however the net current through the module is inductive. മോഡ്യൂളിൽ കൂടെ നെറ്റ് കറണ്ട് ഇൻഡക്റ്റീവ് ആക്കാം. എങ്ങനെയാണ്? For the susceptance of the reactor is chosen to be greater than that of capacitor. So കപ്പാസിറ്റൻസിൻ്റെ സസെപ്റ്റൻസിനെക്കാട്ടിലും കൂടുതൽ ഇൻഡക്ടറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആയിട്ട് മാറ്റാം, ഒരു ഇൻഡക്റ്റൻസ് പോലെ ആക്കി മാറ്റാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ തൈറിസ്റ്റർ സ്വിച്ച് റിയാക്ടർ മോഡ്. അപ്പോൾ അത് ശരിക്കും എന്താ, തൈറിസ്റ്റർ സ്വിച്ച് റിയാക്ടർ ആയില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ എന്ന് പറഞ്ഞാൽ ആൽഫ വാരി ചെയ്യിക്കുന്നതാണ്. സ്വിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ആൽഫ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ ഒരു തൈറിസ്റ്റർ സ്വിച്ച് റിയാക്ടർ മോഡ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ തൈറിസ്റ്റർ അവിടെ സ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ദ ബൈപ്പാസ് തൈറിസ്റ്റർ മോഡ് ഈസ് ഡിസ്റ്റിങ് ഫ്രം ദ ബൈപ്പാസ് ബ്രേക്കർ മോഡ്. വേറൊരു മോഡും കൂടി ഉണ്ട്, ബൈപ്പാസ്ഡ് ബ്രേക്കർ മോഡ് ഉണ്ട്, ഇൻ വിച്ച് ദ സർക്യൂട്ട് ബ്രേക്കർ പ്രൊവൈഡഡ് അക്രോസ് ദ സീരീസ് കപ്പാസിറ്റർ ഈസ് ക്ലോസ് ടു റിമൂവ് ദ കപ്പാസിറ്റർ or the TCSC module in the event of faults or transient over voltage across TCSC. അപ്പോൾ അവിടെ നമ്മൾ മോഡ്യൂളിനെ ഒഴിവാക്കുന്ന മോഡിനെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് ബ്രേക്കർ മോഡ് എന്ന് പറയുന്നത്. അതും തൈറിസ്റ്റർ സ്വിച്ചർ റിയാക്ടർ മോഡും രണ്ടാണ് എന്ന് പറഞ്ഞതാണ്. ആൻഡ് ദിസ് മോഡ് ഈസ് എംപ്ലോയ്ഡ് ഫോർ ദ കൺട്രോൾ പർപ്പസസ് ആൻഡ് ഓൾസോ ഫോർ ഇനീഷ്യേറ്റിംഗ് സർട്ടൻ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻസ്. മെയിൻലി ഇത് കൺട്രോൾ പർപ്പസിനും പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് whenever a TCSC module is bypassed from the violation of the current limit, a finite time delay T must elapse before
module can be reinstated after the line current falls below the specified limit. അതായത് ഇപ്പോൾ ബൈപ്പാസ് ബ്രേക്കർ മോഡ് വന്നു എന്ന് വിചാരിക്കുക. ഇതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാലും അത് തിരിച്ചിങ്ങോട്ട് സിസ്റ്റത്തിലേക്ക് അപ്പം തന്നെ വെറുതെ ഒക്കെ ശരിയായെന്ന് വെച്ചിട്ട് അപ്പം തന്നെ ഇത് വെക്കാൻ പറ്റില്ല. ഒരു ഡിലേ കൊടുത്തതിന് ശേഷം ഒരു ഡിലേ ഉണ്ടായിരിക്കും സെക്കൻഡ്സ് ഓർ മിനിറ്റ്സ്. അപ്പോൾ അതിനനുസരിച്ച് അതിന് ശേഷമേ നമ്മൾ തിരിച്ച് ഇൻസേർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ബൈപ്പാസ്ഡ് തൈറിസ്റ്റർ മോഡ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കത് ഇൻഡക്റ്റീവ് ആക്കാം by properly choosing the susceptance value of the inductance. Then is a blocked thyristor mode. So simple ആണ് thyristor blocked ആണ്. In this mode, also known as the waiting mode എന്നാണ് പറയുക, because of firing pulses to the thyristor valves are blocked or inhibited. തൈറിസ്റ്ററിലേക്കുള്ള ഫയറിംഗ് പൾസ് നമ്മൾ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കും, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും, കൊടുക്കണില്ല, ഉണ്ട് നമ്മളെ കയ്യിൽ അവിടേക്ക് നമ്മൾ കൊടുക്കില്ല. അപ്പോൾ അതിനർത്ഥം എന്താ, ഈ ഒരു ബ്രാഞ്ച് അവിടെ ആക്റ്റീവ് അല്ല എന്നർത്ഥം, ഇത് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നു എന്നർത്ഥം. അപ്പോൾ അത് ഫിക്സഡ് കപ്പാസിറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. സോ ഇഫ് ദ തൈറിസ്റ്റേഴ്സ് ആർ കണ്ടക്ടിങ് ആൻഡ്, അപ്പോൾ ഇത് നമുക്ക് ഈ ഇതൊക്കെ ഓരോ കമാൻഡായിട്ട് കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ബ്ലോക്കിംഗ് കമാൻഡ് വരികയാണെങ്കിൽ ദ തൈറിസ്റ്റേഴ്സ് ആർ കണ്ടക്ടിങ് ആൻഡ് ദ ബ്ലോക്കിംഗ് കമാൻഡ് ഈസ് ഗിവൻ, ദ തൈറിസ്റ്റേഴ്സ് ആർ ടേൺഡ് ഓഫ് as soon as the current through them reaches zero crossing. ഇപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് ടേൺ ഓഫ് ആക്കാൻ പറ്റില്ല, കാരണം ആ പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ കംപ്ലീറ്റ് ആണ്. കറണ്ടിൻ്റെ സീറോ ക്രോസിംഗിൽ അതിനെ ടേൺ ഓഫ് ആവും, പിന്നെ ടേൺ ഓൺ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടെ മോഡ് ഏതായി, ബ്ലോക്ക്ഡ് തൈറിസ്റ്റർ മോഡ് അല്ലെങ്കിൽ വെയിറ്റിംഗ് മോഡായി. അതാണ് അവിടെ നടക്കുന്നത്. TCSC module is thus reduced to a fixed series capacitor and the net TCSC reactance is capacitive. അല്ലേ, ഈ ഒരു ബ്രാഞ്ച് ഇല്ല, അപ്പോൾ കപ്പാസിറ്റൻസ് മാത്രമേ ഉള്ളൂ. സോ കപ്പാസിറ്റി സീരീസ് കപ്പാസിറ്റർ ആയി, ഫിക്സഡ് സീരീസ് കപ്പാസിറ്റർ ആയി, കപ്പാസിറ്റി എഫക്റ്റ് ആയി. ആൻഡ് ഇൻ ദിസ് മോഡ് the DC offset voltage of the capacitors are monitored and quickly discharged using a DC offset control without causing any harm to the transmission system transformer. So നമുക്കറിയാം കപ്പാസിറ്ററിൽ ചാർജ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അപ്പോൾ ആ ചാർജ് ഓഫ്സെറ്റ് ആഡ് ചെയ്ത് വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഓഫ്സെറ്റ് കൺട്രോൾ ഉണ്ടാവും, അത് പ്രോപ്പർലി അഡ്ജസ്റ്റ് ചെയ്ത് ട്രാൻസ്ഫോമറിൻ്റെ ഇഷ്യൂ ഒഴിവാക്കും. അതാണ് ബ്ലോക്ക്ഡ് തൈറിസ്റ്റർ മോഡ്. സോ ഫസ്റ്റത്തെ മോഡിൽ നമ്മളുടെ ബൈപ്പാസ് ചെയ്തപ്പോൾ ഇൻഡക്റ്റീവ് ആക്കാൻ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇൻഡക്റ്റൻസ് അവിടെ പോയി കപ്പാസിറ്റർ പ്യുവർ ഫിക്സഡ് കപ്പാസിറ്റി മോഡായി. ദെൻ ഈസ് എ പാർഷ്യലി കണ്ടക്ടിങ് തൈറിസ്റ്റർ ഓർ വേർണിയർ മോഡ്. പാർഷ്യലി കണ്ടക്ടിങ് തൈറിസ്റ്റർ മോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വേർണിയർ മോഡ് എന്ന് പറയാം. അതായത് നമുക്ക് സ്മൂത്ത് വേരിയേഷൻ, അത് രണ്ട് ഇതിൽ പോസിബിൾ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഫിഗർ തൽക്കാലം ഇവിടെ കിടന്നോട്ടെ, സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാറ്റിനും വരയ്ക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാനും പോകാത്തത്. So this mode allows the TCSC to behave either as a continuously controllable capacitive reactance or as a continuously controllable inductive reactance. സോ ഒന്നെങ്കിൽ ഡോമിനൻ്റ് ആയിട്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാം എന്നുള്ളത്. അതായത് സ്മൂത്ത് കൺട്രോൾ ആസ് എ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, സ്മൂത്ത് കൺട്രോൾ ആസ് ആൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അതാണ് ഈ മോഡിൽ ചെയ്യുന്നത്. മറ്റോടത്തെ പോലെ ഒന്നെങ്കിൽ ഫുള്ളി ഓണും ഫുള്ളി ഓഫ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കാര്യം അത്ര വരുന്നുള്ളൂ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ ആദ്യത്തെ കേസിൽ ഫുള്ളി ഓൺ ആയിരുന്നു, ഫയറിംഗ് ആംഗിൾ 0 ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ ഫയറിംഗ് ആംഗിൾ കൊടുക്കുന്നേ ഇല്ല, അത് ഫയർ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ രണ്ട് എക്സ്ട്രീംസ് ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ആൽഫ കൺട്രോൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. So it is achieved by varying the thyristor by firing angle in an appropriate range. So it is achieved by controlling the firing angle, അല്ലെങ്കിൽ ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത് കൺട്രോൾ ചെയ്തിട്ട് ഡിലേ ആംഗിൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. However, a smooth transition from the capacitive to the inductive mode is not permitted because of the resonant region between the two modes. അപ്പോൾ ഈ രണ്ട് മോഡുകൾ നമുക്കറിയാം LC പാരലൽ കോമ്പിനേഷൻ ആണ്, അവിടെ എന്തായാലും എന്തുണ്ടാവും, റെസനന്റ് റീജിയൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ ഈ രണ്ട് മോഡുകൾ, അതായത് ഒരു സൈഡ് പ്യുവർ കപ്പാസിറ്റൻസും ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, പ്ലോട്ടിനെ അവിടെ കാണിച്ചിട്ടില്ല, പ്യുവർ കപ്പാസിറ്റീവും റൈറ്റ് സൈഡ് പ്യുവർ ഇൻഡക്റ്റീവ് ആണ്. ഇതിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു പോയിന്റിൽ എന്തായാലും എന്തുണ്ടാവും, ഈ റിയാക്ടൻസിൽ ഈക്വലാവും, XL ഈക്വൽ ടു XC എന്നുള്ള രീതിയിൽ വരും, XL ഓഫ് ആൽഫ ഈക്വൽ ടു XC എന്നുള്ള രീതിയിൽ. ആ ഒരു പോയിന്റിൽ അവിടെ കപ്പാസിറ്റി എന്താ പറയുക, നമ്മൾ റെസനൻസ് വരും. അപ്പോൾ അത് ഒഴിവാക്കണം, ആ ഒരു പോയിന്റിലേക്ക് പോകുന്നത്. സോ for smooth transition from capacitive to inductive mode is not permitted because of the resonant region between these two modes. Okay, so coming to the first case, a variant of this mode is a capacitive vernier control mode. So capacitive vernier control mode ആണ് in which the thyristors are fired when the capacitor voltage and the capacitor current have opposite polarity. എന്തായാലും ഊഹിക്കാം, രണ്ട് ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പീക്കിൽ ആണ് ഫയർ ചെയ്യുന്നത്, പീക്കിൽ നിന്നാണ് നമ്മൾ ഫയറിംഗ് ആംഗിൾ എടുക്കുന്നത്. ആൻഡ് ദിസ് കണ്ടീഷൻ കോസസ് എ TCR current that has a direction opposite to that of the capacitor current, thereby resulting in a loop current flow in the TCSC controller. ഇതിനുള്ള ഒരു ലൂപ്പ് കറന്റ് ഫ്ലോ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു മോഡിൽ. ആൻഡ് ദ ലൂപ്പ് കറന്റ് ഇൻക്രീസസ് ദ വോൾട്ടേജ് അക്രോസ് ദ ഫിക്സഡ് കപ്പാസിറ്റർ. സോ ഫിക്സഡ് കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് അത് ഇൻക്രീസ് ചെയ്യും, എഫക്റ്റീവ്ലി എൻഹാൻസിങ് ദ ഈക്വലന്റ്
capacitive reactance and the series compensation level for the same value of line current. ഇപ്പോൾ കപ്പാസിറ്റീവ് എഫക്റ്റ് അവിടെ കൂട്ടി കോമ്പൻസേഷൻ അവിടെ കൂട്ടും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ആൻഡ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആൽഫ മിനിമം ടു 90 ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് അവിടെ എന്തായാലും എന്ത് ചെയ്യുള്ളൂ കൺട്രോൾ ചെയ്തത്. ഇപ്പോൾ ഈ മിനിമം വാല്യൂ ഉണ്ടായിരിക്കും. And this constraint, that is alpha minimum 90 ഇടയിൽ provides a continuous vernal control of the Tcsc module reactance, and the loop current increases as alpha is decreased from 90 to alpha minimum. So alpha കുറച്ച് കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ ലൂപ്പ് കറണ്ടിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. And the maximum Tcsc reactance permissible with this alpha minimum is typically 2.5 of the 3 times capacitor reactance at fundamental frequency. So fundamental frequency le capacitor reactance inde 2.5 to 3 times ആണ് the maximum Tcsc reactance വരിക എന്നുള്ളത്. അപ്പോൾ അതാണ് ആദ്യത്തെ കപ്പാസിറ്റീവ് കേസ്. രണ്ടാമത്തെയാണ് ഇൻഡക്റ്റീവ് വെർനിയർ മോഡ്. Another variant is the inductive vernier mode, in which the Tcsc can be operated by having high level of thyristor conduction. So thyristor conduction period കൂട്ടുക, ഫയറിംഗ് ആംഗിൾ കുറയ്ക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. ആൻഡ് ഇൻ ദിസ് മോഡ് ദ ഡയറക്ഷൻ ഓഫ് ദ സർക്കുലേറ്റിംഗ് കറണ്ട് ഈസ് റിവേഴ്സ്. ഇപ്പോൾ സർക്കുലേറ്റിംഗ് കറണ്ട് ഇങ്ങോട്ട് മാറി. കാരണം എഫക്റ്റ് ഇപ്പോൾ ആരുടെ ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് ആണ് ഇവിടെ കൂടുതൽ വരുന്നത്. നേരത്തെ കേസിൽ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് വോൾട്ടേജ് ഡിഫറൻസിനനുസരിച്ചാണല്ലോ പോകുന്നത്. പുറത്ത് വോൾട്ടേജ് ഇപ്പോൾ മാറി. ഇൻ ദിസ് മോഡ് ദ ഡയറക്ഷൻ ഓഫ് ദ സർക്കുലേറ്റിംഗ് കറണ്ട് ഈസ് റിവേഴ്സ് ആൻഡ് ദ കൺട്രോളർ പ്രസൻസ് ആൻഡ് നെറ്റ് ഇൻഡക്റ്റീവ് ഇംപെഡൻസ്. എത്ര ഉദ്ദേശിക്കുന്നത് നെറ്റ് ഇൻഡക്റ്റീവ് ഇംപെഡൻസ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാം, മറ്റേ കപ്പാസിറ്റി എഫക്റ്റ് എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതിനാണ് വെർനിയർ, ആ സ്മൂത്ത് കൺട്രോൾ പറ്റും എന്നുള്ളതാണ് വെർനിയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിൽ TCSനെ കുറിച്ച് പഠിക്കാനുള്ളത്. ശരിക്കും ഇതിൽ ഡീറ്റെയിൽഡ് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അതും അനാലിസിസും കാര്യങ്ങളും നമ്മളിവിടെ ഇൻക്ലൂഡഡ് അല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും വലിയൊരു പോർഷൻ ആയിട്ടല്ല ഇതിൽ ആഡ് ചെയ്തിട്ടില്ല.